ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന നമ്മുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇയർ ബാലൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കുറച്ച് എക്സസൈസുകൾ അല്ലെങ്കിൽ യോഗയിൽപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും ഒരു 100 പേരെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 50% ആളുകൾക്കും ഈ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ തുലനാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു അവയവമാണ് നമ്മുടെ ചെവി എന്ന് പറയുന്നത്. ശരീരത്തിനെ മൊത്തമായിട്ട് ഒരു ബാലൻസിങ്ങിൽ നിർത്താൻ സഹായിക്കുന്ന ഒരു ഭാഗം തന്നെയാണത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നില്ല, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന തലകറക്കം, അതായത് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കറങ്ങുന്ന പോലുള്ളൊരവസ്ഥ, ഇയർ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണിത്. അപ്പോൾ വളരെ കുറച്ച് സമയത്തേക്കാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം കണ്ടുവരുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് കുറച്ച് കൂടുതൽ സമയം നിലനിൽക്കാറുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ തലയുറ്റി വീഴാറൊക്കെ ഉണ്ട്. ആ ഒരു അവസ്ഥ പോലും വരാറുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ തന്നെ പലരും ഒരുപാട് നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടത്, നമ്മുടെ ഇയർ ബാലൻസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ കൂടുതലായിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചെവിക്കുള്ളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ലിക്വിഡുകളിലുണ്ടാകുന്ന വേരിയേഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിക്കുകളോ തകരാറുകളോ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിനൊരു കാരണം തന്നെയാണ് കേട്ടോ. കൂടുതലായിട്ടും ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞ ആളുകളിലൊക്കെ ഈ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ടും ഒരു സ്വാഭാവിക രോഗമെന്ന നിലയിൽ പോലും കാണാറുണ്ട്. പക്ഷേ ഇതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ഒരു സാധാരണ വ്യക്തിയെപ്പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു ക്യാമറ തന്നെയാണെങ്കിലും നമ്മൾ ഒന്ന് വെച്ച് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിലാണ് അത് ഫോക്കസ് ആവുക എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊന്ന് ഇപ്പോൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും കിടന്ന സ്ഥലത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ടേൺ ചെയ്യേണ്ടി വരുമ്പോഴാണെങ്കിലും ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മൾ ഫോക്കസ്ഡ് ആവില്ല. ചുറ്റുമൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും ആ ഒരു സ്വാഭാവിക തലത്തിലേക്ക് വരാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യോഗയിലൂടെയും പ്രാണായാമത്തിലൂടെയൊക്കെ ഇതിന് മാറ്റം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ വെയിൻസിന് കൂടുതലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുകയും നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് മെച്ചപ്പെടുകയും നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഘടകമാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്. കൂടാതെ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റത്തിലും അതേപോലെ തന്നെ BPയിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടും അതല്ലെങ്കിൽ ലിക്വിഡുകളിലുണ്ടാകുന്ന നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിലുണ്ടാകുന്ന ലിക്വിഡുകളുടെ വേരിയേഷനിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള രോഗാവസ്ഥയായിട്ടാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ലിക്വിഡുകളിലൊക്കെ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന വെർട്ടിഗോ എന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതൽ സമയം അല്ലെങ്കിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഇവയ്ക്ക് പുറമെ മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൈഗ്രെയിൻ, സ്ട്രോക്ക് അല്ലെങ്കിൽ തലയ്ക്കുണ്ടാകുന്ന പരിക്കുകൾ, ഈ കാരണങ്ങളും ഈ ഒരു പ്രശ്നത്തിന് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം യോഗയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിതിന് മുമ്പ് പല വീഡിയോകളും ഓരോ കാര്യത്തിനും വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് യോഗയിലൂടെയും അല്ലെങ്കിൽ പ്രാണായാമത്തിലൂടെയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് നല്ല രീതിയിലുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദിവസവും ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വെർട്ടിഗോയെക്കുറിച്ച് അല്ലെങ്കിൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു വന്നത്. അപ്പോൾ നമ്മൾ ഇനി ഡയറക്റ്റ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, കാരണം നമ്മളിന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡിലോ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണുക. ഇതിൻ്റെ കൂടെ അത് കണ്ടുപോയിട്ട് വേണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട്. ചെയ്ത കാര്യമായതുകൊണ്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ ഉള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകാത്തത്. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആവുകയും ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമോത്താസനാണ്. ഇപ്പോൾ തുടക്കക്കാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, എന്നാലും പ്രശ്നമില്ല. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ചെയ്യേണ്ട രീതികളും ബ്രീത്തിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് ചെയ്യുക വഴി നമുക്ക് ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് നല്ലൊരു മാറ്റം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലുള്ള വഴക്കമുള്ളതാക്കാനും വേറെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ നട്ടലിനാണെങ്കിലും ബാക്ക് മസിൽസിനാണെങ്കിലും ആബ്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് ഗുണങ്ങളും കൂടി നൽകുന്ന നല്ലൊരു യോഗ പോസ്റ്റാണ് പശ്ചിമോത്താസനം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ വീഡിയോയിലൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ അടുത്തത് പറയാൻ പോകുന്നത് ശിശുവാസനാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു റെസ്റ്റിംഗ് പോസ് കൂടിയാണ് ശിശുവാസനം എന്ന് പറയുമ്പോൾ. നമ്മൾ ശവാസനമൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു അവസ്ഥയല്ല, ഇത് വേറൊരു വിശ്രമാവസ്ഥ കൂടിയാണ്. നമ്മൾ യോഗയൊക്കെ അല്ലെങ്കിൽ ഒരുപാട് ആസനങ്ങളൊക്കെ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. കുറേ നേരം ചെയ്തിട്ട് ടയേർഡായിരിക്കുന്ന ഒരവസ്ഥയിൽ പെട്ടെന്ന് നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു അവസ്ഥ കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗുണം കൂടി ആ ഒരു ആസനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നാഡീശുദ്ധി പ്രാണായാമമാണ്. നമ്മൾ 3 യോഗ പോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്തത് പറയാനുള്ളത് ശരിക്കും ശവാസനമായിരുന്നു. അപ്പോൾ ചെയ്യുന്നതിനിടയ്ക്ക് കൂടുതൽ ആളുകളും ശവാസനത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് ലാസ്റ്റത്തിലേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാണായാമം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശ്രമം മതി.
അപ്പോൾ ഈ രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ നാഡീശുദ്ധി പ്രാണായാമത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നല്ല, തീർച്ചയായിട്ടും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ചെയ്യുന്ന ദിവസവും ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ആകുമ്പോൾ അവർക്കിത് പറയുമ്പോൾ തന്നെ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് വരുന്ന ബിഗിനേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മസ്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം, അതേ രീതിയിൽ തന്നെ വേണം ചെയ്യുവാനായിട്ട്. അപ്പോൾ നാഡീശുദ്ധി പ്രാണായാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും അത് ആ പേര് പോലെ തന്നെ കൂടുതലായിട്ടും നമ്മുടെ വെയിൻസിനെയാണ് ബാധിക്കുന്നത്. വെയിൻസിൻ്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ് ഈ ഒരു നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ ചുരുങ്ങിയത് ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ ഒരു 1 മന്തൊക്കെ ഒന്ന് ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഗുണം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു അവസ്ഥയിൽ നല്ല വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് മാറിയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ കണ്ടിട്ട് വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവുക. അതുപോലെ തന്നെ ഇയർ ബാലൻസിന് വേണ്ടി പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യമാണ് ഭ്രാമരി പ്രാണായാമം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുമ്പുള്ള വീഡിയോയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുക. അറിയുന്നവരാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ പ്രത്യേകിച്ച് നന്നായി കണ്ടതിന് ശേഷം മാത്രം ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെയും കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക. അപ്പോൾ ഇപ്പോൾ ഈ ഭ്രാമരി പ്രാണായാമം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ചെവിയിൽ രണ്ടും കൈയൊക്കെ വെച്ചിട്ടാണ് ആ ഒരു അവസ്ഥയിലാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും. പുതിയൊരു അനുഭവം നമുക്ക് വരും, പുതിയൊരു ഫീൽ നമുക്കുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ കൂടെ ഈ ഒരു ഓർഡറിൽ ഇതും ഫോളോ ചെയ്ത് പോവുക. പിന്നെ പറയാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശവാസനത്തിനെ കുറിച്ചാണ്. അതും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് കൊടുക്കുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ ശവാസനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ കിടന്നാൽ പോരാ. പക്ഷേ വെറുതെ കിടന്നാലും വിശ്രമമാണ്. നമ്മളിപ്പോൾ കുറേ നേരം യോഗയോ അല്ലെങ്കിൽ പ്രാണായാമം എല്ലാ കാര്യങ്ങളും ചെയ്ത് ടയേർഡായിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ ശവാസനമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശവാസനം എന്ന് പറയുമ്പോൾ നമുക്ക് കയറി കിടന്ന് ഉറങ്ങണം എന്നുള്ള ഒരു പേരല്ല. കൃത്യമായിട്ട് അതിനൊരു രീതികളുണ്ട്. ആ ഒരു രീതി മനസ്സ് കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫലം വരുന്നത്. അല്ലാതെ നമ്മൾ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങിപ്പോകാനുള്ള സാധ്യത ഒരു 90% വരെ നോർമലി വെറുതെ കിടക്കണം എന്ന് വിചാരിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിലേക്കല്ല പോകുന്നത്, ഒരു അബോധാവസ്ഥയിലേക്കാണ്. അപ്പോൾ കൃത്യമായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോകുന്ന വേറെ ഒന്നുകൊണ്ടല്ല. ഇപ്പോൾ ഞാൻ ഇനിയും വീണ്ടും അതിനെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ലെങ്ത്തുള്ളൊരു വീഡിയോ ആവും ഇത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി കാണാൻ വന്ന ആളുകളാണെങ്കിൽ പോലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടായിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. കാരണം ഓൾറെഡി നമ്മളെ ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഇയർ ബാലൻസിനെ കുറിച്ച് അല്ലെങ്കിൽ വെർട്ടിഗോയെക്കുറിച്ച് ഒരു പ്രതിവിധിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പോകാനുള്ളത്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വലിയ മാറ്റം മനസ്സിലാവുന്നത്. അല്ലാതെ നമ്മൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ ഫോളോ ചെയ്തിട്ട് ഇതിൽ ഗുണമൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് മാറുന്ന പോലെ അങ്ങനെ പിന്മാറരുത്. നിങ്ങൾ ദിവസവും ഫോളോ ചെയ്യുക. ഇതുകൊണ്ട് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്, നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല. പകരം ഒരുപാട് ഗുണങ്ങളാണ്, പുതുതായിട്ട് കുറേ ഗുണങ്ങളും നല്ല കുറേ മാനസികാവസ്ഥകളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനുള്ളത്. ഇനിയിപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും മറ്റ് പല ഭാഗങ്ങൾക്കും മറ്റ് പല സ്വഭാവങ്ങൾക്കും രീതികൾക്കും ഒക്കെ നമുക്ക് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത്രയും ഗുണമുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. സമയം എടുത്തുകൊണ്ട്, അതായത് ഒരു ഒഴിവ് സമയം നോക്കിയിട്ട് സമയം എടുത്തുകൊണ്ട് കാണുക, അല്ലാതെ തിരക്കിലൊന്ന് കണ്ടുപോകാതിരിക്കുക. കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഫോളോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാൻ്റെ ലിങ്ക് താഴെയുണ്ട്, അതിൽ മെസ്സേജ് അയയ്ക്കുക, അതിലൊന്ന് ഫോളോ ചെയ്യുക. അത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഞാൻ തരുന്നതായിരിക്കും. പറയാൻ വന്നതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു വാമപ്പ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. തുടക്കത്തിലൊരു വാമപ്പ്. ഇപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓടി വന്നിട്ട് അല്ലെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപാടെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നല്ല അർത്ഥം. നമ്മൾ ഫ്രഷ് ആവുക, അതിനുശേഷം വാമപ്പ് ചെയ്യുക, അതിനൊക്കെ ശേഷം വേണം നമ്മൾ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശവാസനത്തിന് മുമ്പായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം കേട്ടോ. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മളെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ നല്ലൊരു മാറ്റം വരുത്താൻ കാരണമാവുന്ന കാര്യം തന്നെയാണ്. വേറെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.